പൂരനഗരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതാ മിഥുൻ, ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. അതെ, നമ്മോടൊപ്പം എല്ലാ പൂരക്കാലത്തും നമ്മോടൊപ്പം സജീവമായിട്ടുണ്ടാകുന്ന ആളാണ് തൃശ്ശൂർ കൃഷ്ണകുമാർ. അപ്പൊ നമുക്ക് ആ രാവിലെ ആ ശാന്തതയിൽ അല്ലേ ചെയ്യിക്കാനായിരുന്നു. കാരണം പക്ഷെ എന്നാലും ഒരു വിളംബരം. യെസ് യെസ് യെസ്. ഒന്ന് പൂരമായിട്ട് എന്തിട്ടുള്ളൊരു ദൈവത്തിന് കൊടുക്കാം. തിരുവമ്പാടി കൃഷ്ണൻ അമ്പാടി കണകളുടെ ഒരു തെച്ചി മതാരം വായിച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ. ഈ തിരക്കില് കേട്ടാ ശരിയാവില്ല. നാളെ രാവിലെ നമുക്കാവാം. വളരെ ശബ്ദമാണ്, വളരെ നേരത്തെ ശബ്ദമാണ് ഇടയ്ക്കിടെ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ കിട്ടുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. നമ്മുടെ നാട്ടുകാരുടെ മാത്രമല്ല, നാടൻ കലകൾ മാത്രമല്ല, പുറത്തുള്ളവരും വന്നിട്ടുണ്ട്. അതാണല്ലോ നാടോടി കല കൂടി നടക്കുകയാണ് വളരെ സജീവമായിട്ട്. സ്പെഷ്യൽ ഉണ്ട്. ഇത്തവണത്തെ പൂരത്തിന് സ്പെഷ്യൽ വരവാണത്. പൂരം വരവായി, നാടൻ കലകളും വരവായി. നമുക്ക് എല്ലാവരും സ്വീകരിക്കണമല്ലോ, ആരും മാറ്റി നിർത്താൻ പറ്റില്ല. തെങ്ങാട് മൈതാനം ഭഗവാന്റെ പറമ്പാണ്. അവിടെ എല്ലാവരും വേണം. ജാതി മത ഭേദമില്ല, എല്ലാ കലകളും വരണം. എല്ലാവരും ഉൾക്കൊള്ളുന്ന ആളാണ്. ഈ ജടയിൽ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റും. നാളെ രാവിലെ എല്ലാവർക്കും പൂരാശംസകൾ. താങ്ക് യു. ഓക്കെ. അപ്പൊ മിഥുൻ ആകെ പൊട്ടിക്കയറുകയാണല്ലേ? അതെ, പൂരത്തിന്റെ ആവേശം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആവേശം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകള് നാടോടി കലാകാരന്മാരുടെ പെർഫോമൻസ് കാണാനും ആളുകൾ ഇന്ന് അല്പസമയം ഇന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കാണ് പ്രേക്ഷകർ ഇന്ന് വേദിയായത്. കാരണം ഈ എഴുന്നള്ളിച്ച് ഇറങ്ങുന്ന നെയ്തലക്കാവിൽ ഭഗവതി തെക്കേ ഗോപുരനട തുറക്കുന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ, ഇവിടെ എത്തിച്ചേർന്ന ആളുകളുടെ എണ്ണം കണ്ട് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം കുടമാറ്റത്തിന് മാത്രമേ ഇത്രയും തിരക്ക് ആളുകൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമെല്ലാം ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് സാക്ഷിയായത്. അതൊരു സൂചനയാണ്. നാളെ ഇവിടെ വരാനിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള തിരക്ക് തന്നെയായിരിക്കും എന്ന് അതിന്റെ ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ ഒരു പൂര വിളംബരത്തിനുണ്ടായ ഇവിടേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടം എന്ന് തന്നെ നമുക്ക്. നാളെ എന്തായിരിക്കും മൊത്തത്തിലുള്ള അവസ്ഥ? എന്തായിരിക്കും നാളെ? പൊടി പൂരമാണ്, ഒന്നും പറയാനില്ല. പൂരം ജനങ്ങളിൽ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇത്തവണ നിയന്ത്രണങ്ങൾ ഏറെ പിൻവലിച്ചതോടുകൂടി ആളുകൾ കൂടുതൽ ഫ്രീ ആയി പൂരത്തിലേക്ക് ഇടപെട്ട് തുടങ്ങി. പൂരം കാണുക എന്നതിനപ്പുറത്തേക്ക് പൂരം അനുഭവിക്കുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ഇത്തവണത്തെ പൂരത്തിന് പൂരപ്രേമികളും വിശ്വാസികളും എല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത്. അതാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മുഖങ്ങളിൽ ഇന്ന് നല്ല പ്രസന്നത. കഴിഞ്ഞ വർഷം കാണാൻ സാധിച്ചില്ല. കാരണം പോലീസിന്റെ ഒരു വലിയ നിയന്ത്രണങ്ങൾക്കും ആ വടത്തിനിടയിൽ. പക്ഷേ ഇപ്രാവശ്യം അത് ഞാൻ ശ്രദ്ധിച്ചു, പോലീസ് എല്ലാവരോടും വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുകയാണ്. നാളെ ഒരു ദിവസം കൂടി ഇത് തുടരണം എന്നുള്ളതാണ് ഈ പൂരപ്രേമികളുടെ എല്ലാം ഒരു ആവശ്യം. കാരണം ഇപ്പോൾ ഈ സമയം ഇതുവരെ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പൂരപ്രേമികൾക്ക് സാധിച്ചിട്ടുണ്ട്. നാളെ കൂടുതൽ ആളുകൾ എത്തുന്നു, കൂടുതൽ ചടങ്ങുകൾ പലയിടങ്ങളിലായി നടക്കുന്നു, ആനകളുടെ വലിയൊരു ബാഹുല്യം വരുന്നു. ഈ സമയങ്ങളിലും ഇതേപോലെ തന്നെ പൂരം ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ ആ ഒരു ചട്ടങ്ങളും എല്ലാം തന്നെ ക്രമീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എക്കാലത്തെയും പോലെ അതിമനോഹരമായിട്ടുള്ള ഒരു പൂരക്കാലം തന്നെയായിരിക്കും 2025 എന്ന് തന്നെ. പക്ഷേ പ്രത്യേകിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ സുരക്ഷ, ഇങ്ങനെ ഇത്രയും ആളുകൾ, ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തിൽ, ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ഉത്സവത്തിൽ അതിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് ജില്ലാ പോലീസിന് ഉണ്ട്. തീർച്ചയായിട്ടും. അതായത് പൂരം ഇവിടുത്തെ വരുന്ന ആളുകൾക്കുള്ള സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ളതാണ്. മറിച്ച് പൂരത്തിന്റെ നടത്തിപ്പുകൾ, പൂരത്തിന്റെ ചടങ്ങുകൾ അതിലേക്ക് ഇടപെടുകയും അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ സംഘർഷത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നത്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ പൂരം കഴിഞ്ഞപ്പോൾ തന്നെ. കാരണം കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്റെ ചില കാഴ്ചകളുണ്ട്. നമുക്ക് കുടയുമായിട്ട് വരുന്ന വരിവരിയായിട്ട് വരുന്ന ആളുകളെ തടയുന്നു. കുട തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് കുടമാറ്റമാണ്? ഇവിടെ തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കുടകൾ തടയുന്നത്. പക്ഷെ അത് ഒരുപക്ഷെ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന ഒരു നടപടി തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. കുടകൾ കയറ്റി വിടാതിരിക്കുക, ആനകൾക്ക് എത്തിക്കേണ്ട ആനപ്പട്ടകൾ കൃത്യമായി
പനമ്പട്ടകൾ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കുന്നവരെ തടയുക, അവരോട് ധാർഷ്ട്യത്തോടെ പെരുമാറുക, എടുത്തോണ്ട് പോകാൻ നമുക്ക് വളരെ എടുത്തോണ്ട് പോകുന്നല്ല, എടുത്തോണ്ട് പോടാന്നാ പറഞ്ഞു. അതെ, അത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കുമ്പോൾ തന്നെ പൂരം അതിഗംഭീരമായി നടത്താൻ തൃശ്ശൂർക്കാർക്ക് അറിയാം എന്നുള്ളത് തന്നെയാണ് എല്ലാ ദിവസങ്ങളും. സർവോപരി വടക്കുന്നാഥന്റെ പ്രത്യേക സുരക്ഷ അല്ലെ? അതെ, എക്കാലത്തെയും പോലെ അതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം ഉണ്ട്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ പോലീസുകാരുടെ ജോലി ഭാരവും കുറയുകയാണ്. എന്തായാലും മിഥുൻ, ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം ആയി. നമുക്ക് 6:30 പിന്നെയും തിരിച്ചു വരേണ്ടതുണ്ട്. ഇവിടെ മൊത്തം ആവേശമാണ്, അലതല്ലുകയാണ്. അപ്പോൾ എന്തായാലും പുരനഗരിയിലേക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. അപ്പോൾ കൂടുതൽ ആളുകൾ എത്തും. ഇനി ദീപാലങ്കാരം കാണാനാണല്ലേ? അതെ അതെ അതെ, ദീപാലങ്കാരവും അതുപോലെ തന്നെ ചമയത്തിന്റെ അവസാന മണിക്കൂറുകളാണ്. കാരണം ഇന്നത്തോടു കൂടി ചമയ പ്രദർശനം അവസാനിക്കുകയാണ്. നാളെ ഇനി ചമയങ്ങൾക്കാണെങ്കിൽ ആനപ്പുറത്ത് കാണണം. അതുകൊണ്ട് തന്നെ ഈ ചമയത്തിന്റെ ആസ്വാദനം വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേകത കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ചമയത്തിന് മുമ്പിലുള്ള വലിയ ക്യൂ. പുറത്തുനിന്നുള്ളവർക്ക് ഇതെന്താണ് കാണാനിരിക്കുന്നത് എന്ന് തന്നെ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഒരു ക്യൂ ഉണ്ടാവും. ആ ക്യൂ ഇന്ന് അവസാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവസാനവട്ട ചമയ പ്രദർശനം കാണാനും ഈ ദീപാലങ്കാരം കാണാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ രാത്രി പൂരപ്പറമ്പിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പൂരപ്പറമ്പിലേക്ക്. പൂരപ്പറമ്പ് കൂടുതൽ ഇങ്ങനെ ജനസാഗരമായി മാറുകയാണ്. അപ്പൊ കാന്ത, ഞാനും വരും. വന്നു. ഞാനും വന്നു പൂരം കാണാൻ.